വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അതായത് കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വിരുന്നുകാർ വീട്ടിലേക്ക് വരുന്ന ദിവസങ്ങളിലോ എന്തെങ്കിലും ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തയ്യാറാക്കി ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീട്ടിൽ ഈ കുട്ടികളൊക്കെ നമുക്ക് ഇപ്പോൾ സ്നാക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. കൂടെ തന്നെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കനിൽ ഓളൊന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നല്ലൊരു ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുത്ത 2 ഉരുളക്കിഴങ്ങ്, അതായത് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടതാണ് മീഡിയം സൈസിൽ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നല്ല മാക്സിമം ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ഇതിലേക്കൊന്ന് ചേർക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതുപോലെ പിന്നെ വേണ്ടതാണ് കുറച്ച് ഗ്രീൻ പീസും കൂടി. ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ചെറിയ രീതിയിലൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇങ്ങനെ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ഈ ഗ്രീൻ പീസിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫില്ലിങ്ങിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് കിട്ടണം, കുറച്ചും കൂടി സ്മൂത്തായിട്ടൊന്ന് കിട്ടണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടും തന്നെ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് വേണ്ടതാണ് മറ്റൊരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് നിറയെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഗോതമ്പ് പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. പകരം നമുക്ക് മൈദാമാവും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മൈദാമാവ് മാത്രവും നമുക്ക് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ അയമോദകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം അതിലേക്ക് ചേർക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അയമോദത്തിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഇതിൽ കിട്ടുള്ളൂ. അയമോദകവും ഓമം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇനി ഈ മാവിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മാത്രം കുറച്ച് എണ്ണയും കൂടി ഒന്ന് ചേർക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് കുറച്ചൊന്ന് പൊടിയൊന്ന് വിതറി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. മാക്സിമം എത്രത്തോളം വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമോ ആ ഒരു രീതിക്ക് തന്നെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ ഷീറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും എല്ലാ സ്ഥലത്തേക്കും ആകുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനത്തിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി നിൽക്കരുത്. ഫില്ലിംഗ് മാക്സിമം നല്ല തിന്നായിട്ട് വേണം ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ചുരുട്ടി തുടങ്ങാം. അതായത് ലൈറ്റായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ലൂസ് ആകാൻ പാടില്ല, അതിനുള്ളിൽ എയർ വരാൻ വേണ്ടി പാടില്ല. നല്ല ടൈറ്റായിട്ട് വേണം ഇതൊന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് റോൾ ചെയ്ത് എടുക്കാനായിട്ട്.
ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്ത ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് എല്ലാം കൂടി ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു കത്തി കൊണ്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ആ ഒരു വട്ടത്തിന് തന്നെയാണ് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഒരുപാട് കനത്തിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ വേഗാതെ കിട്ടും. അതിൻ്റെ പേരിലാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ഓരോ പീസും നമ്മുടെ കയ്യിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഷേപ്പും കൂടെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുള്ള എണ്ണ ഒരു കടായിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഫ്രൈ ചെയ്തെടുക്കാൻ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ടാവണം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആകുന്നത് വരെയും ഫ്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അകത്തുള്ള ഫില്ലിംഗ് എല്ലാം നമ്മൾ വേവിച്ചത് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ്. പുറം ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ. അതായത് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലൊരു സ്നാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് പ്രത്യേകിച്ച് വേണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ഇതിലേക്ക് തന്നെ എല്ലാം സൈഡായിട്ടുള്ള ഫില്ലിംഗ് എല്ലാം വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടൊമാറ്റോ സോസ് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.